അയച്ചു കൊടുക്കുന്നത് സമയം പോയില്ലേ. അതിലും നല്ല ലാഭം പേപ്പറിൽ എഴുതിയിട്ട് അങ്ങോട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കല്ലേ. എല്ലാം വായിച്ച് വേഗം പേപ്പറിൽ എഴുതി ക്വസ്റ്റ്യൻ എഴുതാൻ സമയം ഉണ്ടാവില്ല. അത് ഇവിടെ വെക്കുക. ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ നോക്കിയിട്ട് ആൻസർ മാത്രം പേപ്പറിൽ ഇടുക. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. അബ്ദുൾ സമദ് നല്ല സംസാരമാണല്ലോ. അബ്ദുൾ സമദേ കേൾക്കുന്നുണ്ടോ? ചോദിച്ചാ മിണ്ടില്ലല്ലേ? ഹലോ, അബ്ദുൾ സമദിന്റെ പേരെന്താ? അബ്ദുൾ സമദ് അവിടെ ഇല്ല, വേറെ എവിടെ പോയി അവിടെ ഇരുന്ന് സംസാരിക്കുക. ഓക്കെ, അബ്ദുൾ സമദ് ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തല്ലോ, വീണ്ടും മൈക്ക് ഓഫ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ കയറിയത്? നോമ്പാണ്. എല്ലാവരും വേസ്റ്റ് നോക്കിയോ? വേസ്റ്റ് എന്നാ പറയാൻ പറ്റുമോ? വേസ്റ്റ് നോക്കിയോ? ഓഫീസിലൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടോ? തൊണ്ണൂറ്റിമൂന്ന്. അബ്ദുൾ സമദേ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ആക്കേണ്ട വരും. അത് അവർക്ക് അറിയുന്നില്ല എന്ന് ഡൗട്ട് ഉണ്ട്. അവർക്ക് അറിയുന്നില്ല, ഇപ്പോൾ പറയുമ്പോഴാക്കുന്നില്ല, അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അവിടെ ആയിരിക്കും നല്ലത്. ഇവിടെ നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മള് ലാൻഡ് ഡിസ്പോസൽ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. നെക്സ്റ്റ് വൺ ഇനർട്ടൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ, in inertization, to bring down the toxicity of the waste and minimize the likely risk, it is mixed with cement or another inert material. Around 30 to 40% of the cement is blended with the waste. This method is useful for treating pharmaceuticals and for incineration ashes having high metal content. അതായത് ഇനർട്ടൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ടോക്സിസിറ്റി അഥവാ വിഷാംശം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതായത് ആ ഒരു വേസ്റ്റിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേസ്റ്റിന്റെ കൂടെ സിമന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ മിക്സ് ചെയ്യുന്നു. ഓക്കെ,
വേസ്റ്റിന്റെ കൂടെ എന്താ മിക്സ് ചെയ്യുന്നത്? ഒന്നുകിൽ സിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെമിക്കൽ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, മിക്സ് ചെയ്യുന്നത്. 30 തുടങ്ങി 40% വരെ സിമെന്റ് എന്ത് ചെയ്യും, ഇതിൽ മിക്സ് ചെയ്യും. ഈ വേസ്റ്റില് 30 to 40% സിമെന്റ് അല്ലെങ്കിൽ ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും മിക്സ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ ഫാർമസ്യൂട്ടിക്കൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള മറ്റ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ഇതിലൂടെ നമുക്ക് അതിന്റെ എന്താ പറയാ റിസ്ക് കുറയ്ക്കാനും അതിലൂടെ രോഗം പടരാതിരിക്കാനും സഹായിക്കുന്നു. മനസ്സിലായോ? അത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? സിമെന്റ് മിക്സിംഗ് ആണ് കേട്ടോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കെമിക്കൽ മിക്സ് ചെയ്തുകൊണ്ട് വേസ്റ്റിന്റെ ടോക്സിസിറ്റി അഥവാ വിഷാംശം കുറയ്ക്കുന്ന രീതിയാണ് എന്ത്, ഇനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫൈനൽ ഡിസ്പോസൽ എന്നും പറഞ്ഞ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. അതായത് എല്ലാ വേസ്റ്റുകളും ഫൈനൽ ആയിട്ട് എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അതാണ് ഫൈനൽ ഡിസ്പോസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് അഥവാ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. അതായത് നമ്മുടെ പരിസരം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ എൻവയോൺമെന്റ് ഇത് നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ഹെൽത്തിയർ ആക്കുന്നു, നല്ല രീതിയിൽ ശുചിത്വം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വേസ്റ്റ് നല്ല രീതിയിൽ ഡിസ്പോസൽ ചെയ്യാന്നുള്ളതാണ്. ഇത്തരത്തിൽ വേസ്റ്റ് നല്ല രീതിയിൽ ഡിസ്പോസൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ എൻവയോൺമെന്റിന്റെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോ ഓഫാക്കിയതായിരുന്നല്ലോ. അവിടത്തെ ഓണായി. മിസ് തന്നെ ഓഫാക്കിക്കോ. ഓണായി. മ്യൂട്ട് ആവുന്നില്ല മാം. മാം അവിടെ നിന്ന് മ്യൂട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആവുന്നില്ല. ഞാനിപ്പോ ഓഫാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കാം, ഇനി ഓൺ ആവുന്നുണ്ടോ നോക്കാം. ഓഫായിട്ടില്ല. ഓഫായിട്ടില്ല? ഇല്ല, ഓഫാവുന്നില്ല. ഒരു സെക്കൻഡ് കേട്ടോ, ഞാനിപ്പോ വരാം. പക്ഷെ ഇപ്പൊ ഒരു മ്യൂട്ട് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം നെക്സ്റ്റ്. രണ്ടാമത്തെ പോയിന്റ്, റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ്. ആശുപത്രിയിൽ ഉണ്ടാകുന്ന അണുബാധ അഥവാ ഇൻഫെക്ഷൻ കുറയാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ആശുപത്രിയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കുറയാനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ആശുപത്രിയിൽ ഉണ്ടാകുന്ന
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പ്രൈസ് അഥവാ എക്സ്പെൻസ് കുറയുന്നു, ചെലവ് ചുരുക്കുന്നു. അല്ലെങ്കിൽ അതായത് യഥാക്രമം ഈ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യുന്നതിലൂടെ എന്താ ചെയ്യാൻ സാധിക്കുക, അതായത് ഇതിനുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. Then next, reduction in the probability or disease and death due to reuse and repacking infectious disposables. അതായത് ഇത് മൂലം, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് മൂലം ആശുപത്രിയില് രോഗവും മരണവും കുറയുന്നു. Then next, low incidence of occupational health problems. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാനായിട്ട് സഹായിക്കുന്നു. Then last one, improved image of the healthcare institution and increase the quality of life. ഓരോ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിലവാരം അതല്ലെങ്കിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ട്രസ്റ്റും വർദ്ധിക്കാനായിട്ട് ഇടവരുന്നു. ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഇതൊന്ന് റീഡ് ചെയ്തോളൂ ആ പാരഗ്രാഫ് കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, എന്താണെന്ന് നോക്കാം അല്ലെ. Indian Medical Association goes eco-friendly image. Image associates with all modern medicine, healthcare establishment in both the private and government-like hospitals, based on their bed strength, clinics based on number of rooms and facilities, labs based on diagnostic facilities,
dental clinics based on number of dental chairs. Nominal, not returnable fee is being charged at the time of affiliation. The operating expense being met by charging a nominal monthly fee as operational cost declared for the category HCI Healthcare Institution. Image was started at Palakkad and it was commissioned on 14th December 2003. The image plan has been working successfully from January 2004 and has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from healthcare institutions across Kerala within 48 hours, in line with the provisions laid down in the Biomedical Waste Management Rule 2016, released by the Ministry of Environment and Forest, Government of India. All government healthcare institutions under Directorate of Health Service Kerala and Directorate of Medical Education of Kerala are beneficiaries of the special scheme of image, by which they are spared from paying affiliation fees and are made eligible for the service from image at a subsidized rate. Okay, എന്താണെന്ന് മനസ്സിലായോ? ഇമേജ് എന്താണ്? ഇമേജ് എന്താ? അപ്പൊ ഇതിൽ തന്നെ ഉണ്ടല്ലോ, ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, ഹെഡിങ് കണ്ടില്ലേ? എന്താ ഇമേജ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. അതാണ് കേട്ടോ ഇമേജിന്റെ ഫുൾ ഫോം വരുന്നത്. ഇമേജ് എന്ന് പറഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ആണ്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ആണിത് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA. ഓക്കെ, അപ്പൊ IMAയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാം ആണിത് ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്. IMA അഥവാ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അണ്ടറിൽ കേരളത്തിലുള്ള എല്ലാത്തരം ആശുപത്രികളിലും നടപ്പിലാക്കുന്ന ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയാണിത് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമേജ് എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതി പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്, പബ്ലിക് സെക്ടറിലും ഉണ്ട്. അതായത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ഹോസ്പിറ്റലുകൾ, അതായത് സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇമേജ് ഹോസ്പിറ്റലുകളെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് തിരിച്ചിട്ടുണ്ട് ഓരോ ഹോസ്പിറ്റലുകളെയും. അതായത് ഹോസ്പിറ്റൽ, അതുപോലെ ക്ലിനിക്ക്, അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റി, ഡെന്റൽ ക്ലിനിക്ക്, ഇതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓർമ്മയുണ്ടോ പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എങ്ങനെയാണോ ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഇതില് IMA എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സ്ഥാപനങ്ങളെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലുകളെ അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ്. ഹോസ്പിറ്റൽ എന്ന് അവര് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബെഡുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. ഇനി ക്ലിനിക്കുകളെ ആണെങ്കിൽ അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ക്ലിനിക്കുകളിലുള്ള റൂമുകളുടെയും അവിടെ നൽകിയിട്ടുള്ള സൗകര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ലാബുകളെ അവര് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ നൽകുന്ന രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നൽകുന്ന സേവനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇനി ഡെന്റൽ ക്ലിനിക്കിലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡെന്റൽ ക്ലിനിക്ക്, അതായത് ഡെന്റൽ ചെയേഴ്സ് എത്ര മാത്രമാണ് ഒരു ഡെന്റൽ ക്ലിനിക്കിലുള്ളത്, ആ ഒരു രീതിയിലാണ് ഡെന്റൽ ക്ലിനിക്കിലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഡെന്റൽ ക്ലിനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു രോഗിക്ക് ഒരു ചെയർ ആണ്, അല്ലേ? ഇല്ലേ? വലിയ രീതിയിലുള്ള ഡെന്റൽ ക്ലിനിക്കുകൾ ഉണ്ട്, ചെറിയ രീതിയിലുള്ള ഡെന്റൽ ക്ലിനിക്കുകൾ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഡെന്റൽ ക്ലിനിക്ക് ആണെങ്കിൽ അവിടെ ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് വലിയ ഡെന്റൽ ക്ലിനിക്കുകൾ ആണെങ്കിൽ അവിടെ റൂട്ട് കനാല്, സർജറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോ എത്ര ചെയർ ആണ് അവിടെ ഉള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെന്റൽ ക്ലിനിക്കിലെ അവര് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ?
ഓക്കെ. ഈ ഒരു എന്താ പറയാ ഇമേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോഗ്രാമിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തുടക്കത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സർക്കാർ ആശുപത്രികളായിക്കോട്ടെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളായിക്കോട്ടെ എല്ലാ ആശുപത്രികളും ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമില് അംഗങ്ങളാണ്, മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന് മെമ്പർ ആവണമെങ്കിൽ, അതായത് ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോഗ്രാമില് അംഗമാകണമെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഒരു അഫിലിയേഷന് വേണ്ടിയിട്ട് ആദ്യം ഒരു തുക നമ്മൾ ചെലവഴിക്കണം. അതായത് ഏത് ഹോസ്പിറ്റലാണോ ഇമേജിൽ അംഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നത് അവര് എന്ത് ചെയ്യണം, ഒരു തുക അവിടെ അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. നോമിനൽ നോൺ റിട്ടേണബിൾ, അതായത് തിരിച്ചു കിട്ടില്ല നമുക്ക് കേട്ടോ. നോൺ റിട്ടേണബിൾ ഫീ ഇസ് ബീങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു തുക എന്ത് ചെയ്യണം, നമ്മള് അടയ്ക്കണം. അടച്ചാൽ മാത്രമാണ് ഇമേജ് എന്ന് പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ നമുക്ക് അംഗമാകാനായിട്ട്, അതായത് ഹോസ്പിറ്റലിന് അംഗമാകാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. കേരളത്തിലെ ഇമേജ് ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെയാ? പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലുള്ളവർ ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ഉണ്ട്, ശ്രീജ ഉണ്ട് അല്ലേ? അപ്പൊ പാലക്കാടാണ് ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇത് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 2003 കേട്ടോ. ഡിസംബർ 14, 2003. ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ചോളണം, പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാവുന്നതാണ്. പാലക്കാട് സ്റ്റാർട്ട് ചെയ്ത തീയതി 14th December 2003 ആണ്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2003 ഡിസംബറിലാണെങ്കിലും ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ പ്രവർത്തനം വിജയകരമായിട്ട് ആരംഭിച്ചത് എന്നാണ്? 2004 ജനുവരിയിലാണ്. ഓക്കെ, 2004 ജനുവരിയിലാണ് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ കീഴില്, അതായത് ഈ ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പദ്ധതി എന്താ ചെയ്യുന്നത്? അതായത് കേരളത്തിൽ ഉടനീളമുള്ള ആശുപത്രികളിൽ നിന്ന് വേസ്റ്റുകൾ ശേഖരിച്ച് പ്ലാന്റിൽ എത്തിച്ച് അത് ഡിസ്പോസൽ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇത് ഫീസൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആദ്യം അപ്ലിക്കേഷന്റെ സമയത്ത് ഒരു ഫീസ് നമ്മൾ അടയ്ക്കുന്നു. അത് കഴിഞ്ഞ് മന്ത്ലി എന്ത് ചെയ്യാറുണ്ട്? ഇവർ ഈ വേസ്റ്റ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്ലി ഹോസ്പിറ്റലുകളിൽ നിന്ന് മാസം തോറും ഒരു നിശ്ചിത തുക ഈടാക്കാറുണ്ട്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റ് എവിടെയാണോ ഉള്ളത്, അത് കേരളത്തിലെ ഏത് ആശുപത്രികളിലായിക്കോട്ടെ, അംഗമായിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർ ആയിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് വേസ്റ്റ് ഉണ്ടായി 48 മണിക്കൂറിന് ഉള്ളിൽ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. അപ്പൊ എന്ത് പറ്റില്ല? വേസ്റ്റ് കുമിഞ്ഞുകൂടാനായിട്ട് ഇടവരില്ല. ഉടനെ തന്നെ, അതായത് ഇതിനകത്ത് ഇമേജിലെ മെമ്പർ ആയുള്ള ഗുണം ഇതാണ്. ഒരു ഹോസ്പിറ്റലിൽ വേസ്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക, അത് 48 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത. മനസ്സിലായോ? ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഈ ഇമേജ് എന്ന് പറയുന്ന പദ്ധതി എന്തിന്റെ അണ്ടറിലാണ് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് റൂളിന്റെ അണ്ടറിലാണ്? ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2016 അണ്ടറിലാണ് ഈ ഒരു ഇമേജ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചോദിക്കാം, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ ബേസിലാണ് ബയോ ഇമേജ് നിലവിൽ വന്നിട്ടുള്ളത്? ഏത് നിയമമാണ്? നിയമത്തിന്റെ പേര് പറ, ലോയുടെ പേരെന്താ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2016. ഓക്കെ ആണോ? ഓക്കെ, ഈ നിയമം ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ രൂപീകരിച്ചതാരാ? ഈ നിയമം അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്
2016 released by the Ministry of Environment and Forest, Government of India. Government of Indiaയുടെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് ഈ നിയമം പ്രവർത്തിച്ചു വരുന്നത് അല്ലെങ്കിൽ നടപ്പാക്കി വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, കേട്ടിരുന്നോളൂ കേട്ടോ. ഇമേജ് നിലവിൽ വന്നത് പാലക്കാടാണ്, സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. അതുപോലെ ഇത് കമ്മീഷൻ ചെയ്തത് 14th December 2003 ആണ്. പക്ഷെ ഇത് പ്രവർത്തനം ആരംഭിച്ചത്, സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു തുടങ്ങിയത് 2004 ജനുവരി തുടങ്ങിയിട്ടാണ്. പിന്നെ ഇമേജിൽ അംഗമാകുന്ന ഹോസ്പിറ്റലുകള് അഫിലിയേഷൻ സമയത്ത് ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം മാസാമാസം ഒരു ഫീ എന്ത് ചെയ്യണം, ഇവര് അടച്ചു പോകണം. ഇതിന്റെ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏത് ഹോസ്പിറ്റലാണോ വേസ്റ്റ് ഉണ്ടാകുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്ന് വേസ്റ്റ് ഉണ്ടായി 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏത് റൂളിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചാല് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2016. ഏതിന്റെ കീഴിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നിയമം നിലവിൽ വന്നത്? മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ, ഇനി രണ്ട് സ്ഥാപനങ്ങളുടെ പേര് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള. ഓക്കെ, ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും, അതായത് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകൾക്ക്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്, ഓക്കെ, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള, ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും അണ്ടറിൽ വരുന്ന ആശുപത്രികൾക്ക് ഇമേജിൽ അംഗമാകാൻ അഫിലിയേഷൻ ഫീസിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തിന്റെ ആവശ്യമില്ല? അഫിലിയേഷൻ ഫീസിന്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇമേജിലുള്ള സർവീസുകൾ, അതായത് ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്ന സേവനങ്ങൾ ഇവർക്ക് കുറഞ്ഞ നിരക്കിൽ, സബ്സിഡൈസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് സ്ഥാപനങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് മാലിന്യം, അതായത് വേസ്റ്റുകൾ വരുന്നത് എത്ര ടൺ ആണെന്ന് നോക്കാം. ഓക്കെ, ഇമേജിൽ വരുന്ന വേസ്റ്റുകളുടെ അളവാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. On an average, about 55.8 tons of biomedical waste arrives at the image plant daily, of which 30.5 tons are incinerable waste that are collected in yellow bags, 19 tons autoclavable waste that are collected in red bags, 5 tons are bottles, 0.7 ton is sharp and metals, 0.6 ton is discarded medicine. This waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. അതായത് ഇമേജ് പ്ലാന്റില്, ഓക്കെ, ഇമേജ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റില് ഡെയിലി വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 55.8, അതായത് 55.8 ടണ്ണാണ്. ഓക്കെ, ഒരു ദിവസം വരുന്ന ടണ്ണിന്റെ കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. 55.8 സെക്കൻഡ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇതാണ്. എത്ര ടണ്ണാണ് എത്തുന്നത് ഒരു ദിവസം ഇമേജ് പ്ലാന്റില്? എത്ര ടണ്ണാണ് വരുന്നേ? കമന്റ് ചെയ്തേ, എത്ര ടണ്ണാ വരുന്നേ? കമന്റ് ചെയ്യൂ. 55.8. ഓക്കെ,
ദെൻ അതിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 30.5 ടൺ എന്ന് പറയുന്നത് ഇൻസിനറബിൾ വേസ്റ്റ് ആണ്. ഓക്കെ, ഇൻസിനറബിൾ വേസ്റ്റ് ആണ് 30.5 ടൺ വരുന്നത്. അത് കളക്ട് ചെയ്യുന്നത് യെല്ലോ ബാഗിലാണ് കേട്ടോ. കളക്ട് ചെയ്യുന്ന ബാഗിന്റെ കളർ എന്താണ്? യെല്ലോ ബാഗ്. ദെൻ 19 ടൺ ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ആണ്. ഓക്കെ, ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ആണ് 19 ടൺ വരുന്നത്. അത് കളക്ട് ചെയ്യുന്നത് റെഡ് ബാഗിലാണ്. ദെൻ 5 ടൺസ് ആർ ബോട്ടിൽസ്. ഇനി 5 ടൺ എന്ന് പറയുന്നത് കുപ്പികളും മറ്റുമാണ്. ഇപ്പൊ നമ്മൾ മരുന്നുകൾക്കൊക്കെ എടുക്കുന്ന കുപ്പികളില്ലേ, ബോട്ടിൽസ്, അതൊക്കെയാണ് 5 ടൺ വരുന്നത്. ദെൻ 0.7 ടൺ ഈസ് ഷാർപ്പ് ആൻഡ് മെറ്റൽസ്. ഇനി 0.7 ടണ്ണോളം വരുന്നത് ഷാർപ്പ് ആയിട്ടുള്ള മൂർച്ചയുള്ള വേസ്റ്റുകള്, അതുപോലെ മെറ്റലുകൾ, ഇതൊക്കെയാണ് 0.7 വരുന്നത്. Then 0.6 ടൺ ഈസ് ഡിസ്കാർഡഡ് മെഡിസിൻ. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകളാണ് 0.6 ടൺ വരുന്നത്. ദെൻ ഈ വേസ്റ്റുകൾ എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്ന ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളമുള്ള 13,000-ഓളം ആശുപത്രികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്രയും വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഹോസ്പിറ്റലിൽ എത്രമാത്രം വേസ്റ്റുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഊഹിക്കാൻ പറ്റില്ലേ എത്രയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്? അപ്പൊ ഇമേജ് എന്ന് പറയുന്ന പ്ലാന്റ് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രയധികം വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവര് ഒരു ദിവസം കേരളത്തിലെ എല്ലാ ആശുപത്രികളിൽ നിന്നുമായിട്ട് കളക്ട് ചെയ്യുന്നു. ഓക്കെ, താഴെ കുറച്ച് സിമ്പലുകൾ കൊടുത്തിട്ടുണ്ട്. ആ സിമ്പലുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേക്ക് ബയോ ഹസാർഡ് ആണ്. ബയോ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബയോ ഹസാർഡ് ഒന്ന് കമന്റ് ചെയ്ത്. ബയോ ഹസാർഡിന്റെ മീനിങ് എന്താ? ഈ ഒരു സിമ്പല് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം അതിന്? ഇൻഫെക്ഷൻ. അതായത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് തുടങ്ങിയവ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗാണുക്കളുള്ള ഇൻഫെക്ഷൻ എന്താ പറയാ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള വേസ്റ്റുകളാണ് ബയോ ഹസാർഡ് സിമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സിമ്പിൾസ് നോക്കിയിട്ടില്ല. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗില് ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടാണ്. ഇങ്ങനെയുള്ള ചിഹ്നങ്ങള് ആ ബാഗിലോ കണ്ടെയ്നറിലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സിമ്പിള് കാണുകയാണെങ്കിൽ, ബയോ ഹസാർഡ് എന്ന് പറഞ്ഞ സിമ്പിള് കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ രോഗാണുക്കൾ പരത്താൻ ശേഷിയുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് ഈ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗിൽ ഉള്ളത്, അല്ലെങ്കിൽ ഈ സിമ്പിള് ഉള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗിൽ ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി സൈറ്റോടോക്സിക് ആണ് കേട്ടോ. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ. ക്യാൻസർ പകരാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശേഷിയുള്ള വേസ്റ്റുകൾ അല്ലെ. അപ്പൊ ഇതെന്താണ്? നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, സെൽ ഡാമേജിങ് ആണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള വളരെ ശക്തമായ മരുന്നുകൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ സാധാരണയായിട്ട് ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒന്നും കൂടി പറയാം. കോശങ്ങളെ അഥവാ സെല്ലുകളെ നശിപ്പിക്കാൻ കഴിവുള്ള വളരെ ശക്തമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കെമിക്കൽസ് സാധാരണയായിട്ട് ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാർണിംഗ്. വാർണിംഗ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വാർണിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി. ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി. എന്താണ് ഇതിന്റെ അർത്ഥം? മീനിങ് എന്താ?
അതായത് ഇതിന്റെ ഉള്ളിലുള്ളത് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണെന്നും ഇത് ശരിയായ രീതിയിൽ ഡിസ്പോസൽ നടത്തണം എന്നാണ് ഈ സിംബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണെന്നും അത് ശരിയായി ഡിസ്പോസൽ നടത്തണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ കോഷൻ എന്ന് പറഞ്ഞിട്ട് കീമോതെറാപ്പി കൊടുത്തിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നേ? കീമോതെറാപ്പി മനസ്സിലായോ? കീമോതെറാപ്പി എന്താ? ഓക്കെ. അതായത് കീമോതെറാപ്പി ചികിത്സയുമായി ബന്ധപ്പെട്ട മാലിന്യം ഇതിലുള്ളതായി സൂചിപ്പിക്കുന്നു. അപ്പൊ കീമോതെറാപ്പിക്ക് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റ് ആണ് ഇതിലുള്ളത്. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ശരിയായിട്ട് ജാഗ്രത പാലിക്കണം. ഓക്കെ, നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്നാണ് ഈ ഒരു സിംബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? നോക്കാം നമുക്ക്. ഓക്കെ. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. അതായത് ഓരോ ഹോസ്പിറ്റലിന്റെയും മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഓരോ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ ഓരോ മാനേജ്മെന്റും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, every hospital must have well-defined awareness and training programs for all the category of personnel concerning BMW. BMW എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആശുപത്രിയിലുള്ള എല്ലാ എംപ്ലോയീസിനും അല്ലെങ്കിൽ എല്ലാ ജീവനക്കാർക്കും ബയോമെഡിക്കൽ വേസ്റ്റുകളെ കുറിച്ച് അവബോധം അല്ലെങ്കിൽ അവയർനെസ്സും ട്രെയിനിങ്ങുകളും നൽകണം. ഓക്കെ, ഇപ്പൊ ആശുപത്രിയിൽ എത്ര സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്? എല്ലാ വിഭാഗത്തിലുള്ള സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള അവയർനെസ്സും ട്രെയിനിങ്ങുകളും കൊടുത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, training has to be given in suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ട്രെയിനിങ് കൊടുക്കേണ്ടത്. നമുക്കറിയാം എല്ലാവർക്കും ചിലപ്പോ എന്താ പറയാ ഇംഗ്ലീഷ് ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല, അല്ലെങ്കിൽ
ചില ഇപ്പോ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ വേണം എന്ത് ചെയ്യാൻ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം. Then മൂന്നാമത്തെ പോയിന്റ്, this committee should be liable for making a hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഇനി ഈ കമ്മിറ്റിയുടെ ചുമതല അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ ആശുപത്രി എന്ത് ചെയ്യണം, ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. ഒരു ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം, ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂപ്പർവിഷൻ, മേൽനോട്ടം, ഒബ്സർവേഷൻ, നിരീക്ഷണം എന്നിവയും ഉറപ്പാക്കിയിരിക്കണം. ഓക്കെ. അപ്പൊ കമ്മിറ്റി രൂപീകരിച്ചാൽ മാത്രം പോരാ, ആ കമ്മിറ്റിയിൽ ഒരു പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് അത് സൂപ്പർവൈസ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരിക്കണം, ഒബ്സർവ് ചെയ്യാനും ആളുകൾ ഉണ്ടായിരിക്കണം. ലാസ്റ്റ്, the yearly reports accidents needed as required under BMW rules should be submitted to the concerned authorities as in keeping BMW rules format. അതുപോലെ തന്നെ ഈ പദ്ധതിയും അല്ലെങ്കിൽ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകള്, അതിൽ നടക്കുന്ന സംഭവങ്ങൾ, ആക്സിഡൻസ്, അതായത് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻസിഡന്റുകള്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം മുകളിലുള്ള അതോറിറ്റി, അതായത് മുകളിൽ ആരാണോ സുപ്പീരിയർ ആയിട്ടുള്ളത് അവർക്ക് യഥാക്രമം റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഡോക്യുമെന്റുകളും എന്ത് ചെയ്യണം, കൈമാറിയിട്ടുണ്ടാവണം. നെക്സ്റ്റ്, മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. As far as possible, purchase of reusable items made of glass and metal should be promoted. അതായത് വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മിനിമൈസേഷന് വേണ്ടിയിട്ടുള്ള മെഷറുകളാണ് ഇവിടെ, അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, as far as possible, purchase of reusable items made of glass and metal should be promoted. അതായത് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഗ്ലാസുകള്, അതുപോലെ മെറ്റലുകള്, ഇത്രയധികം സാധനങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ. അപ്പൊ വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഗ്ലാസുകള്, അതുപോലെ മെറ്റലുകൾ, അതുപോലുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം, വാങ്ങാൻ പ്രൊമോട്ട് ചെയ്യുക ഹോസ്പിറ്റലുകളിൽ. രണ്ടാമത്തെ പോയിന്റ്, ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. അതായത് PVC ഇല്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. PVC ഇല്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ പ്രത്യേകത എന്താ, അത് എൻവയൺമെന്റിന് അധികം ദോഷകരമായിട്ട് ബാധിക്കില്ല. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസ് വാങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമത്തെ പോയിന്റ്, അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെന്യുൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസർ. അതായത് ഒരു ഹോസ്പിറ്റലില് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ശരിയായി കൈകാര്യം ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും നയങ്ങളും എടുക്കാനും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവൽ ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനുകൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ, establish effective and sound recycling policy for plastic recycling and contact with the authorized manufacturers. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ റീസൈക്ലിംഗ് പോളിസി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ റീസൈക്ലിംഗ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായോ? നജുവൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഈ ചാപ്റ്ററിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ? ബോറിംഗ് ചാപ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാല്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? കണ്ടു നിൽക്കാനും അത് ടച്ച് ചെയ്യാനും. അപ്പൊ അത് പഠിക്കുമ്പോഴോ അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടാണ് അല്ലെ? ആണെന്ന് തോന്നുന്നുണ്ടോ? പഠിക്കാതെ നിവൃത്തിയില്ല അല്ലെ? പക്ഷെ പഠിച്ചേ തീരൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ 2 പിക്ചർ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ, സിസ്റ്റത്തിൽ ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ഓൺ മ്യൂട്ട് ആണോ? ആ ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പിക്ചർ കാണണ്ടേ നിങ്ങക്ക്? പിക്ചർ കാണണോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോ വരാം. പിക്ചർ എടുത്തെടുത്ത് കേട്ടോ.
കാണുന്നുണ്ടോ? എന്താ ഇത്? കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫിൽറ്റർ മാസ്ക്. ഫിൽറ്റർ മാസ്ക്, ഗോഗിൾസ്, ആ ഫിൽറ്റർ മാസ്ക് വിത്ത് ഗോ. ആ യെസ്, സീജക്ക് അറിയാം അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ സീജ. ഇതിൽ ഈ കണ്ണട മാത്രമായിട്ട് കാണിച്ചത് അത് നമ്മളെ സർജറി അല്ല, എന്താ പറയാ, കൊറോണ ഒക്കെ വന്നിരുന്ന സമയത്ത് അങ്ങനെയുള്ള ഇതുകളൊക്കെ വരുമ്പോൾ അതായത് അവര് സംസാരിക്കുമ്പം അവരുടെ വായിൽ തെറിക്കോ അങ്ങനെയുള്ള ഇതുകളൊക്കെ തെറിക്കുമ്പോ അത് ാനായിട്ട് ഗോഗിൾ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഇങ്ങനത്തെ മാസ്ക് എന്താ പറയാ, ഇതുപോലെ തന്നെ ഈ കൊറോണ ഇൻഫെക്ഷൻസ് വരുമ്പോ അതെല്ലാം ഫിൽറ്റർ ചെയ്ത് ഇൻഫെക്ഷൻ വരാൻ കാക്കുന്നു. അതാണ് ഇങ്ങനത്തെ മാസ്കുകളുടെ ഒരു പ്രത്യേകത. ഞാൻ പിക്ചറിലാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ മാസ്ക് കാണുന്നത്. ഞങ്ങൾക്ക് തല മൊത്തത്തിൽ കഴുത്ത് വരെ കവർ ചെയ്യുന്ന ടൈപ്പ് മാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാസ്കും ഹെൽമെറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനം, അങ്ങനത്തെ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതെന്താണ്? ഇത് സോഡിയം ഹൈപ്പോക്ലോറേറ്റ്, ബ്ലഡും അതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലുമൊക്കെ വീണായിട്ട് അതിന്റെ മുകളിൽ ഇതെല്ലാം സ്പ്രേ ചെയ്യും. അതുപോലെ എന്താ പറയാ, ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന. രണ്ട് മനസ്സിലായല്ലോ. അപ്പോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്.